വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ അവധിക്കാല ക്ലാസ്സുകൾ 2025 ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. LKG UKG റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് എക്സാം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ടാകും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന 1ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷനും ഉണ്ടാവും. വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാർച്ച് മാസം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ മാർച്ച് മാസം എടുക്കാവുന്നതാണ്. ഏപ്രിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ആവുക. സൂമിൽ ലൈവായിട്ടും ക്ലാസ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഓക്കെ, LSS പരീക്ഷ ഫെബ്രുവരി 2024 ഫെബ്രുവരിയിൽ നടന്ന എക്സാമിൻ്റെ 1ാം ഭാഷ മലയാളം പേപ്പർ 1 പാർട്ട് A ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും റെഡിയാണോ? യെസ്. ഓക്കെ, ഇനി നമുക്ക് 52 ദിവസങ്ങൾ മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. 53ാമത്തെ ദിവസം എക്സാം ആണ്. ഓൺലി 52 days ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവരും പഠിച്ച് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് ആൻസർ എഴുതുക, അതൊക്കെ ഒന്ന് നോക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. എങ്ങനെയാണ് എക്സാം വരിക എന്ന് ആദ്യം അറിയണ്ടേ? 2 പേപ്പറാണുള്ളത്. പേപ്പർ 1 ആദ്യം മലയാളമാണ്, പാർട്ട് A മലയാളം. പേപ്പർ 1 പാർട്ട് A മലയാളമാണ്. പാർട്ട് B വരുന്നത് ഇംഗ്ലീഷാണ്. പാർട്ട് C വരുന്നത് പൊതുവിജ്ഞാനം GK ആണ്. അടുത്ത പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2 EVS പരിസര പഠനമുണ്ട്. മാത്തമാറ്റിക്സ് മാത്സ് ഉണ്ട്, ഗണിതമുണ്ട്. ഓക്കെ, അപ്പോൾ റെഡിയാണോ? യെസ്. പേപ്പർ 1 പാർട്ട് A എന്താ വരിക? മലയാളമാണ് ആദ്യം വരിക. ആദ്യത്തെ സബ്ജക്റ്റ് ഏതായിരിക്കും? മലയാളമായിരിക്കും. മലയാളത്തിൽ 12 ചോദ്യങ്ങളാണ് കേട്ടോ ഉണ്ടാവുക. 1 to 12 ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് എന്താണ്? മലയാളത്തിൽ നിന്നുമാണ്. അപ്പോൾ ഓരോ ചോദ്യത്തിന് നേരെയും ആ ക്വസ്റ്റ്യന് എത്ര സ്കോറാണ്, എത്ര പോയിന്റാണ്, എത്ര മാർക്കാണ് കിട്ടുക എന്ന് എഴുതിയിട്ടുണ്ടാവും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. 20 മാർക്കാണ് മലയാളത്തിന്. എത്ര മാർക്കിനാണ് ആൻസർ എഴുതേണ്ടത്? 20 മാർക്കിനാണ്. 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആകെ മാർക്ക് അതിൽ നിന്ന് കിട്ടുക 20 ആണ്. എല്ലാ ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. നമുക്ക് എക്സാം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിൽ ഉള്ളതുപോലെ 6 എണ്ണത്തിൽ 5 എണ്ണം അങ്ങനെയല്ല. 12 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 12 ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 2024 കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം. 1ാമത്തെ ചോദ്യം നോക്കി. ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. ചോദ്യം 1, അതിന് താഴെ എത്ര പോയിന്റാണ്, ഇതിന് ഉത്തരം എഴുതിയാൽ, ഉത്തരം ശരിയായാൽ എത്ര പോയിന്റ് കിട്ടും? അപ്പോൾ 20 പോയിന്റിനാണ് മലയാളം എക്സാം. അപ്പോൾ എത്ര പോയിന്റ് കിട്ടും, എത്ര സ്കോർ കിട്ടും എന്ന് നമുക്ക് മനസ്സിലാകാം. ഉത്തരം എന്ന് എഴുതിയതിൻ്റെ താഴെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ബോക്സിൽ ഉത്തരം എഴുതുക. 1ാമത്തെ ചോദ്യം, കേരളീയ കലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്ഥാപിതമായിട്ടുള്ള കൽപ്പിത സർവകലാശാല ഏത്? വേഗത്തിൽ ഉത്തരം എഴുതിയേ. അറിയാവുന്നവർ വേഗത്തിൽ ഉത്തരം എഴുതിയേ. അറിയാത്തവർ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ, ടീച്ചർ 10 വരെ കൗണ്ട് ചെയ്യാം, അതിനുള്ളിൽ എഴുതുക കേട്ടോ. കൽപ്പിത സർവകലാശാല, കേരളീയ കലകൾ. കേരളീയ കലകൾ നിങ്ങൾ പഠിച്ചുവല്ലോ. കേരളീയ കലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായിട്ട് സ്ഥാപിതമായ കൽപ്പിത സർവകലാശാല ഏത്? ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ടൈം കഴിഞ്ഞു. ആൻസർ എഴുതിയോ? യെസ്, കേരള കലാമണ്ഡലം. എത്ര പേർക്ക് ശരിയായി? കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം. 1 സ്കോർ. എത്ര പേർക്ക് കിട്ടി 1 സ്കോർ? സ്കോർ കിട്ടാത്തൊരു വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ പഠിച്ചില്ലേ? യെസ്, പഠിച്ചു. കേരള കലാമണ്ഡലം, കേരളീയ കലകൾ. കലകൾ അഭ്യസിപ്പിക്കുന്നത് എവിടെയാണ്? കലാമണ്ഡലത്തിലാണ്.
കേരള കലാമണ്ഡലം. അത് എവിടെയാണെന്ന് പഠിച്ചു വെച്ചേക്കാം. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം. ഇത് കൽപ്പിത സർവകലാശാലയാണ് കേട്ടോ. കേരള കലകൾ അഭ്യസിപ്പിക്കുന്നതിനായിട്ടുള്ള കൽപ്പിത സർവകലാശാലയാണ് കേരള കലാമണ്ഡലം. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, താളും തകരയും എന്ന പാഠം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? താളും തകരയും എന്ന പാഠം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? രണ്ടാമത്തെ ചോദ്യം, താളും തകരയും ആ പാഠം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഓക്കെ, 1 സ്കോറാണ് ഇതിന് ഉത്തരം എഴുതിയാൽ കിട്ടുക. ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 4 5 6 7 8 9 10. ആൻസർ കിട്ടിയായിരുന്നോ? കൈയെഴുത്തും തലയിലെഴുത്തും, കുഞ്ഞുണ്ണിയുടെ കൈയെഴുത്തും തലയിലെഴുത്തും എന്ന കൃതിയിലുള്ളതാണ് താളും തകരയും. കുഞ്ഞുണ്ണിയുടെ കൈയെഴുത്തും തലയിലെഴുത്തും പഠിച്ചേ. കുഞ്ഞുണ്ണിയുടെ കൈയെഴുത്തും തലയിലെഴുത്തും, കൈയെഴുത്തും തലയിലെഴുത്തും എന്ന കൃതിയിലുള്ളതാണ് താളും തകരയും എന്ന പാഠം. ഓക്കെ, എത്ര പേർക്ക് ഈ സ്കോർ കിട്ടി? 1 പോയിന്റ് എത്ര പേർക്ക് കിട്ടി? യെസ്, കിട്ടാത്തവർ പഠിച്ചുവല്ലോ. താളും തകരയും ഏത് കൃതിയിലുള്ളതാണ്? കുഞ്ഞുണ്ണിയുടെ കൈയെഴുത്തും തലയിലെഴുത്തും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് 10 സെക്കൻഡ്സ് കിട്ടില്ല കേട്ടോ, നിങ്ങൾ വേഗത്തിൽ എഴുതണം കേട്ടോ ആൻസേഴ്സ് ഒക്കെ. മൂന്നാമത്തെ ചോദ്യം, സൂചനകളിൽ നിന്ന് തിരിച്ചറിയൂ. 2024 100ാം ചരമവാർഷികം ആധുനിക കവിത്രയത്തിൽ പെടുന്നു. സൂചനകൾ 3, കായ്ക്കരയിൽ ജനനം. നാലാമത്തെ സൂചന, പ്രരോദനം എന്ന കൃതി രചിച്ചു. സാഹിത്യകാരൻ ആര്? ആൻസർ കിട്ടിയോ? പ്രരോദനം എന്ന കൃതി രചിച്ചു, കായ്ക്കരയിൽ ജനനം, ആധുനിക കവിത്രയത്തിൽ പെടുന്നു, 2024 100ാം ചരമവാർഷികമായിരുന്നു. ഓക്കെ, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ 1 സ്കോർ കൂടി കിട്ടും. വേഗത്തിൽ എഴുതിക്കോളൂ. ടൈം 1 2 3 4 5 6 7 8 9 10. ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ആൻസർ കുമാരനാശാൻ. ഉത്തരം എന്താണ്? കുമാരനാശാൻ ആണ് ഉത്തരം. കുമാരനാശാൻ. എത്ര പേർക്ക് ശരിയായിട്ടുണ്ട്? യെസ്, 1 സ്കോർ കൂടി കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഇപ്പോൾ പഠിച്ചില്ലേ? കുമാരനാശാൻ ആരാണ്? കുമാരനാശാൻ. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, അക്ഷരമാലാക്രമത്തിൽ എഴുതുക. അക്ഷരമാലാക്രമത്തിൽ എഴുതുക. ഇവിടെ നോക്കി, വൈദേശികം, വിജ്ഞാനം, വൃഷ്ടി, വേനൽ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ എല്ലാ അക്ഷരങ്ങളും വായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വായിൽ. ചിഹ്നം നോക്കി എന്ത് ചെയ്യുക? അക്ഷരമാലാക്രമത്തിൽ എഴുതുക. വേഗത്തിൽ എഴുതിക്കോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 4 5 6 7 8 9 10. ആൻസർ എഴുതിയായിരുന്നോ? ടൈം അവസാനിച്ചിരിക്കുന്നു. ശരിയായ ഉത്തരം വിജ്ഞാനം ആണ് ആദ്യം വരിക. അടുത്ത് വൃഷ്ടി, അത് കഴിഞ്ഞ് വേനൽ, അത് കഴിഞ്ഞ് വൈദേശികം. എങ്ങനെയാണ്? അ ആ ഈ ചിഹ്നം വന്നു. ഈ ഉ ഊ ഋ ചിഹ്നം വന്നു. എ ഏ ചിഹ്നം വന്നു. ഐ ചിഹ്നം വന്നു. വി വൃ വേ വൈ. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പിരിച്ചെഴുതുക. മടിയിലിരുത്തി എന്നത് പിരിച്ചെഴുതുക. മടിയിലിരുത്തി, പിരിച്ചെഴുതുക. ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 4 5 6
7, 8, 9, 10. ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ആൻസർ എഴുതിയോ? ആൻസർ എന്താണ്? മടിയിൽ പ്ലസ് ഇരുത്തി. മടിയിൽ ഇരുത്തി. മടിയിൽ ഇരുത്തി. പിരിച്ചെഴുതിയോ? ഒരു പോയിന്റ് കിട്ടിയോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, തെറ്റിപ്പോയവർക്ക് മനസ്സിലായല്ലോ. മടിയിലിരുത്തി, ഇതിൽ 2 വേർഡ് ഉണ്ട്, 2 വാക്കുകളുണ്ട്. മടിയിലും ഇരുത്തി, രണ്ടും 2 വാക്കാണ്. 2 വാക്കാട്ടങ്ങ് എഴുതുക. മടിയിൽ ഇരുത്തി. ഓക്കെ, 6ാമത്തെ ചോദ്യം. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാകും. താഴെ 4 ഉത്തരങ്ങൾ നൽകിയിരിക്കും. അതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ എന്താണ്? നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക. തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക. അടുത്ത 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഓപ്ഷൻസ് നൽകിയിരിക്കും. ആ ഓപ്ഷൻസ്, അതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതിയാകും. 6ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളും ശരിയായി എഴുതിയ കൂട്ടം ഏത്? ഇവിടെ നോക്കി, 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷനിലാണ് 4 വാക്കും അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുള്ളത്? ശരിയായ അക്ഷരത്തെറ്റൊന്നുമില്ല, ശരിയായ രീതിയിൽ എഴുതിയിട്ടുള്ളത് ഏത് കൂട്ടമാണ്? ഒന്നാമത്തേത് വന്ദിക്കുക, അബ്ദം, അന്തരംഗം, മൃഷ്ടാനം എന്ന വാക്കുകളാണ്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആയാണോ, ആ ആണോ, ഈ ആണോ, ഊ ആണോ? ഇത് നിങ്ങൾ എന്ത് ചെയ്തേ? ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4. ഇതിൽ ഓപ്ഷൻ ഏതാണെന്ന് വേഗത്തിൽ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, ഉത്തരം എഴുതണം കേട്ടോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓപ്ഷൻ ഏതാണ് എന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഏത് ഓപ്ഷനാണ്? 1 പോയിന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. വന്ദിക്കുക, വന്ദിക്കുക കറക്റ്റാണ്. അബ്ദം കറക്റ്റാണ്. അന്തരംഗം കറക്റ്റാണ്. വൃഷ്ടാനം വൃ അല്ല, അതുകൊണ്ട് അത് തെറ്റിപ്പോയി. ഓപ്ഷൻ ബി നോക്കാം. വന്ദിക്കുക ശരിയാണ്. അബ്ദം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റായിട്ടുണ്ട്. ഓപ്ഷൻ മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. വന്ദിക്കുക ശരിയാണ്. അബ്ദം ശരിയാണ്. അന്തരംഗം ശരിയാണ്. മൃഷ്ടാനം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ശരി? ഓപ്ഷൻ സി, വന്ദിക്കുക, അബ്ദം, അന്തരംഗം, മൃഷ്ടാനം. ഇതാണ് ശരി ഉത്തരം. എങ്ങനെയാണ് ശരിയായിട്ടുള്ളത്? വന്ദിക്കുക, അവിടുത്തെ ഏതാണെന്ന് കണ്ടല്ലോ, നായും ദായും. അബ്ദം, അബ്ദത്തില് ദായാണ്. അന്തരംഗം. മൃഷ്ടാനം മൃ ആണ്, വൃ അല്ല മൃ ആണ്. ഷ്ടാ, ടാ ഏതാണെന്ന് കണ്ടല്ലോ, ഇത് ഈ ടായല്ല, എസ് ഡാ. നം അല്ല, ന, കൂട്ടക്ഷരമാണ്. മൃഷ്ടാനം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 ആണ് ശരിയായ ഉത്തരം. ഒരു സ്കോർ കിട്ടിയോ? തെറ്റിപ്പോയവർക്ക് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിന്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏത്? കതിരിൽ വളം വയ്ക്കുക എന്ന പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട 4 സെന്റൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ കതിരിൽ വളം വയ്ക്കുക എന്നുമായിട്ട് ബന്ധപ്പെടാത്ത സെന്റൻസ് ഏതാണ്? വാക്യം ഏതാണ്? ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ പ്രയോജനമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ അതുകൊണ്ട് പ്രയോജനമില്ല. നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത്. നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് 2ാമത്തെ ഓപ്ഷൻ. 3ാമത്തെ ഓപ്ഷൻ, ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിച്ചിട്ട് ഫലമില്ല. ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിച്ചിട്ട് ഫലമില്ല എന്നാണ് 3ാമത്തെ ഓപ്ഷൻ. 4ാമത്തേത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തും സ്ഥലത്തും ചെയ്തില്ലെങ്കിൽ ഫലമില്ല. ഓക്കെ, ഇതിൽ ഏതാണ് കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗവുമായി ബന്ധമില്ലാത്തത്? വേഗത്തിൽ എഴുതിക്കോളൂ. Your time starts now. 1, 2, 3, 4, 5, 6, 7, 8, 9,
10. ഓക്കെ, ടൈം കഴിഞ്ഞു. ഏതാണ് ശരി ഉത്തരം? നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത്. അതുമായി ഈ കതിരിൽ വളം വയ്ക്കുകയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സെനൻസ് ആണ്. നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത്. അത് ഇതുമായി ബന്ധമില്ലാത്തതാണ്. എന്താണ് കതിരിൽ വളം വയ്ക്കുക എന്ന പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ആശയം ഏതാ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, 12 ചോദ്യങ്ങളാണ് മലയാളത്തിലുള്ളത്. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ ചിഹ്നം ചേർത്ത് എഴുതിയത് ഏത്? മറിച്ചാണ് തിരുമനസേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. 4 സെന്റൻസും അത് തന്നെയാണ്. ഇവിടെ നോക്കി, ഡബിൾ കോട്ട്സിൻ്റെ ഇവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം? 4 ഏതാണ് ശരി ഉത്തരം എന്ന് വേഗത്തിൽ കണ്ടെത്തിയേ. ചിഹ്നം നോക്കി കണ്ടെത്തിയേ. ഏതിൻ്റെ ചിഹ്നമാണ് ശരി എന്ന് വേഗത്തിൽ കണ്ടെത്തിയേ. ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്യുവാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി, ലാസ്റ്റത്തതാണ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. മറിച്ചാണ് തിരുമനസേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടുത്തെ ചിഹ്നം ഏതാണ്? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇവിടെ നോക്കി കോമയാണ്. ഇവിടെ ഫുൾ സ്റ്റോപ്പാണ്. കണ്ടോ, ഇവിടെ എന്താ വന്നിട്ട്? ഇവിടെ ഒരു കണ്ടോ, ഇവിടെ ഒരു ചിഹ്നം കണ്ടോ? യെസ്. ഓക്കെ, ശരി ഉത്തരം ടെക്സ്റ്റ് ബുക്കുള്ളത് ഏതാണെന്ന് മനസ്സിലായല്ലോ. ചോദ്യം 9, വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരാത്തത് ഏത്? വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരാത്തത് ഏത്? പ്രസിദ്ധമാണോ, പല നിറമാണോ, മനോഹരമാണോ, അത്ഭുതകരമാണോ വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരാത്തത്? വേഗത്തിൽ എഴുതിക്കോളൂ. ടൈം സ്റ്റാർട്ട് ചെയ്യുവാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരം എന്താണ്? പ്രസിദ്ധം. വിചിത്രം എന്നതിൻ്റെ അർത്ഥമായി വരുന്നതാണ് പല നിറം, മനോഹരം, അത്ഭുതകരം. ഇതൊക്കെ വിചിത്രം എന്നതിൻ്റെ അർത്ഥമായി വരുന്നതാണ്. പ്രസിദ്ധമാണ് വിചിത്രം എന്നതിന് അർത്ഥമായി വരാത്തത്. 10ാമത്തെ ചോദ്യം, കഥകളിയിൽ പച്ചവേഷത്തിൽ പെടാത്ത കഥാപാത്രം ഏത്? കഥകളിയിൽ പച്ചവേഷത്തിൽ പെടാത്ത കഥാപാത്രം ഏത്? ധർമ്മപുത്രനാണോ, ശ്രീകൃഷ്ണനാണോ, നളനാണോ, ദമയന്തിയാണോ? ഇതിൽ ഏതാണ് പച്ചവേഷത്തിൽ പെടാത്ത കഥാപാത്രം? ഓക്കെ, വേഗത്തിൽ എഴുതിക്കോളൂ. ടൈം സ്റ്റാർട്ട് ചെയ്യുവാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഉത്തരം എഴുതിയായിരുന്നോ? ശരി ഉത്തരം ഏതാണ്? ദമയന്തിയാണ് ശരിയായ ഉത്തരം. ദമയന്തി. ശരിയാണല്ലോ എല്ലാവർക്കും? ഓക്കെ, 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 10 പോയിന്റ്സ്, 10 മാർക്സിന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. 5 ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് ഉത്തരം എഴുതേണ്ടതും 5 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഉത്തരം കണ്ടെത്തി എഴുതാനുള്ളതും. അങ്ങനെ 10 ചോദ്യം. 12 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ചോദ്യങ്ങളാണുള്ളത്. ഈ 2 ചോദ്യങ്ങൾ, ഒരു ചോദ്യം 5 മാർക്കിന്, അടുത്ത ചോദ്യം 5 മാർക്കിന്. ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യവും 12ാമത്തെ ചോദ്യവും നോക്കാം. 11ാമത്തെ ചോദ്യം 5 മാർക്കിനാണ്. 11ാമത്തെ ചോദ്യത്തിൽ 3 ഭാഗങ്ങൾ ഉണ്ടാകും. പി മധുസൂദനന്റെ ശലഭത്തിന്റെ ലോകം എന്ന കവിതയിലെ ഏതാനും വരികളാണ് തന്നിരിക്കുന്നത്. എത്ര മനോജ്ഞം മധുരം സൗമ്യം ശലഭത്തിൻ ലോകം, അഴകിൻ പീലി കുടകൾ നിവർത്തും വർണ്ണവിധാനങ്ങൾ, വെള്ളില വള്ളികൾ നൃത്തം വയ്ക്കും നെൽവയലോരങ്ങൾ,
പുഷ്പകുലങ്ങൾ ഒരുക്കും മധുരത്തുള്ളികൾ പൂമ്പൊടികൾ, സ്വപ്നം പോലെ മനോഹരമാണൊരു ശലഭത്തിൻ ലോകം, എത്ര വിശുദ്ധം വിമലം ധന്യം ശലഭത്തിൻ്റെ ജന്മം, പൂക്കൾക്കിടയിൽ മറ്റൊരു പൂവായി പറന്നു നീങ്ങുമ്പോൾ, നേരിയ ചിറകുകളാൽ ഒരു മൊട്ടിനെ വീശിയുറക്കുമ്പോൾ, മൂളിപ്പാട്ടുകൾ കൊണ്ടൊരു പൂവിന് സാന്ത്വനമേകുമ്പോൾ, സ്വർഗം പോലെ മഹത്തരമാണൊരു ശലഭത്തിൻ്റെ ജന്മം. അപ്പോൾ ശലഭത്തെക്കുറിച്ചാണ് പറയുന്നത്. ശലഭത്തിൻ്റെ ലോകം, പി മധുസൂദനൻ്റെ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഭംഗി എന്ന അർത്ഥത്തിൽ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിൽ മനോഹരം, മനോജ്ഞം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്ക് എഴുതുക. ഭംഗി എന്ന അർത്ഥത്തിൽ ഉള്ള കവിതയിലുള്ള ഒരു വാക്ക് എഴുതുക. അപ്പോൾ വേഗത്തിൽ എഴുതിക്കോളൂ. കവിത ഇതാണ്. ഭംഗി എന്നർത്ഥം വരുന്ന മനോഹരം, മനോജ്ഞം രണ്ടെണ്ണം ഉണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വാക്ക് കണ്ടെത്തൂ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇവിടെ നോക്കി. അഴകിൻ പീലിക്കുടകൾ. അഴക്, അഴകാണ് ഭംഗി എന്നതിൻ്റെ മറ്റൊരു വാക്ക്. അഴക്. അപ്പോൾ മനോഹരം, മനോജ്ഞം, അഴക് ഇതെല്ലാം എന്താണ്? ഭംഗി എന്നതിൻ്റെ വാക്കുകളാണ്. ബി ക്വസ്റ്റ്യൻ, 4ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ശലഭങ്ങളുടെ മനോഹാരിത വർണ്ണിക്കുന്ന കുട്ടിയും തള്ളയും എന്ന കവിത നിങ്ങൾ പഠിച്ചല്ലോ. ആ കവിത ഏതു കൃതിയിലേതാണ്? അറിയാവോ? നിങ്ങൾക്കറിയാവോ? കുട്ടിയും തള്ളയും എന്ന കവിത ഏത് കൃതിയിലേതാണ്? അറിയാവോ? ഓക്കെ, വേഗത്തിൽ എഴുതിക്കോളൂ. അറിയാവുന്നവർ വേഗത്തിൽ എഴുതിക്കോളൂ. അറിയാത്തവർക്ക് ടീച്ചർ പറഞ്ഞു തരാം. 1 2 3 4 5 6 7 8 9 10. ടൈം കഴിഞ്ഞു. ആൻസർ ശരിയാണോ നോക്കാം. പുഷ്പവാടി, കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതയിലുള്ളതാണ്, എന്ന കൃതിയിലുള്ളതാണ് കുട്ടിയും തള്ളയും എന്ന കവിത. കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കൃതിയിലുള്ളതാണ് കുട്ടിയും തള്ളയും എന്ന കവിത. ശരി ഉത്തരം ആണോ? എഴുതിയവർക്ക് ഉത്തരം ശരിയായോ? ഓക്കെ, അപ്പോൾ അറിയാത്തവർക്ക് മനസ്സിലായല്ലോ. കുട്ടിയും തള്ളയും എന്ന കവിത കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കൃതിയിലേതാണ്. അതിൻ്റെ സി ചോദ്യം ആസ്വാദനക്കുറിപ്പാണ്. ഈ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ്, പി മധുസൂദനൻ്റെ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. അതിന് 3 പോയിന്റാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ ഓരോ മാർക്കിൻ്റെ ഉണ്ടായിരുന്നു. 3 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ 11ാമത്തെ ചോദ്യത്തിന് 5 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഈ 5 മാർക്ക് എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായല്ലോ. 12ാമത്തെ ചോദ്യം, നിധി എന്ന കുട്ടി യാത്രക്കിടയിൽ കണ്ട ഒരു സംഭവം ഡയറി കുറിപ്പായി എഴുതിയിരിക്കുകയാണ് ചുവടെ. അപ്പോൾ ഡയറി എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു ഡയറി നൽകിയിട്ടുണ്ട്. ഡേറ്റും ദിവസവും നൽകിയിട്ടുണ്ട്, തീയതിയും ദിവസവും എഴുതിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ യാത്രക്കിടയിൽ മറക്കാനാകാത്ത ഒരു സംഭവമുണ്ടായി. വൈകിട്ട് 4:30 ഞങ്ങളുടെ ട്രെയിൻ ഷൊർണൂർ സ്റ്റേഷനിലെത്തി. അവിടെ വണ്ടി 10 മിനിറ്റ് നിർത്തിയിട്ടു. പ്ലാറ്റ്ഫോമിൽ സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം ആളുകൾ, ധാരാളം കച്ചവടക്കാർ ഈ കാഴ്ചകളൊക്കെ കണ്ടു രസിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അപ്പുറത്തെ പാളത്തിൽ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നത് കണ്ടത്. 3-4 വയസ്സ് കാണും. കയ്യിൽ നിന്ന് വീണുപോയ പാവയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് തീവണ്ടി വരുന്നതിൻ്റെ അറിയിപ്പ് ഉച്ചഭാഷിണിയിലൂടെ മുഴങ്ങി. എനിക്ക് വല്ലാതെ പേടിയായി. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. പെട്ടെന്നാണ് ഒരു പോലീസുകാരൻ കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. ഞൊടിയിടയിൽ അദ്ദേഹം കുട്ടിയെ റെയിൽപാളത്തിൽ നിന്നും എടുത്തു മാറ്റി. തൊട്ടു പിറകെ തന്നെ തീവണ്ടി ചീറിപ്പാഞ്ഞ് കടന്നുപോയി. ആളുകൾ പോലീസുകാരന് ചുറ്റും അഭിനന്ദനവുമായി ഒത്തുകൂടി. എനിക്കും പോകണമെന്ന് തോന്നി. അപ്പോഴേക്കും ഞങ്ങളുടെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി.
അപ്പോൾ നിധിയുടെ യാത്രക്കിടയിൽ കണ്ട ഒരു സംഭവം ഡയറി കുറിപ്പായിട്ട് എഴുതിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് 5 മാർക്കിന് ചോദ്യമുണ്ട്. അതിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഓരോ മാർക്കിനും, അവസാനത്തെ ചോദ്യം 3 മാർക്കിനുമാണ്. ഡയറി കുറിപ്പിൽ ജനത്തിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പ്രയോഗം ഏതാണ്? ജനത്തിരക്ക്, സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം. അതാണ് ശരിയായ ഉത്തരം. സൂചി കുത്താൻ ഇടയില്ല. അതിൽ രണ്ടാമത്തെ ചോദ്യം, പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതായിരുന്നു? പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ ഞൊടിയിടയിൽ എന്ന വാക്കാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഞൊടിയിടയിൽ. അല്ലെ സി ക്വസ്റ്റ്യൻ, നിധിയുടെ ഡയറി അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുക. പത്രവാർത്തയ്ക്ക് ഹെഡിങ് വേണം, എവിടെയാണ് നടന്നെന്ന് എഴുതണം, അതിനുശേഷം എന്താണ് നടന്നെന്ന് എഴുതുക, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പത്രവാർത്ത തയ്യാറാക്കാനായിരുന്നു 3 പോയിന്റാണ് കേട്ടോ, 3 പോയിന്റിനുള്ളത്. അപ്പോൾ 11ാമത്തെ ചോദ്യവും 12ാമത്തെ ചോദ്യവും 5 മാർക്കിന് വീതമാണ്. അതിൽ ഓരോ മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ ഉണ്ടാകും. അവസാന ചോദ്യം 3 മാർക്കിൻ്റെ ആയിരിക്കും. അങ്ങനെ 12 ചോദ്യങ്ങളാണ് LSSൻ്റെ ആദ്യത്തെ പേപ്പർ 1-ൽ പാർട്ട് എ, 1ാം ഭാഷ മലയാളത്തിൽ നിന്നും ചോദിക്കുക. 20 മാർക്കിനാണ് 12 ചോദ്യങ്ങൾ, 20 മാർക്ക്. അവസാനത്തെ 2 ചോദ്യങ്ങൾ 5 മാർക്ക് വീതമാണ്. ആദ്യത്തെ ചോദ്യം 5 ചോദ്യം നമ്മൾ ഡയറക്റ്റ് ഉത്തരം എഴുതുക. 6 മുതൽ 10 വരെ ഓപ്ഷൻസ് നൽകിയിരിക്കും. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മലയാളം പേപ്പർ എന്ന പാർട്ട് എ, മലയാളം ഭാഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരിക എന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും LSSൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. നോക്കി ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.